തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഏകാദശിയോടനുബന്ധിച്ച് ക്ഷേത്രവാദികല ആസ്വാദക സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 30 ദിവസത്തെ വാദ്യോപാസനയും ശ്രീരാമപാദ സുവർണമുദ്ര സമർപ്പണവും നടന്നു. നവംബർ 14 മുതൽ ഡിസംബർ 13 വരെയാണ് 30 ദിവസത്തെ വാദ്യോപാസന നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൊമ്പ് വിദ്വാൻ കുമ്മത്ത് രാമൻകുട്ടി നായർക്ക് ശ്രീരാമപാദ സുവർണമുദ്ര സമർപ്പണം നടത്തി. ചലച്ചിത്ര താരം ശിവജി ഗുരുവായൂർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ഇവിടെ ഒരു പുരസ്കാരം അത് കുറേ വർഷങ്ങളായിട്ട് ഈ വാദ്യമേള ആസ്വാദന കലാസമിതി എന്ന ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഏറ്റുവാങ്ങുന്നതും വളരെ പ്രശസ്തനായ ഒരു കൊമ്പ് വിദ്വാനാണ്. അത് നറുക്കെടുത്താണ് എടുക്കുന്നതെന്നും അറിയുന്നു. വലിയ ഭാഗ്യം കൂടി അദ്ദേഹത്തെ തുണച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ അടുത്തിരുന്ന് പരിചയപ്പെട്ടു. ഇത്തരം കലാകാരന്മാരൊക്കെ വളരെ സ്നേഹമാണ്, ബഹുമാനമാണ്. അതിൻ്റെ അവർ ഉപയോഗിക്കുന്ന കലയെ കീറി മുറിച്ച് സംസാരിക്കാനെന്നുള്ള അറിവ് എനിക്കില്ലെങ്കിലും അത് കണ്ടാസ്വദിക്കാനും കേട്ടാസ്വദിക്കാനൊക്കെ വളരെ താല്പര്യമുള്ള ഒരാളാണ്. ഇത്തരം കലാകാരന്മാരെ ആദരിക്കുന്നത് എന്തുകൊണ്ടും ഇന്നത്തെ കാലത്ത് പ്രസക്തമാണ്. കാരണം ഇത്തരം വാദ്യ കലാകാരന്മാരെയൊക്കെ പോയ കാലങ്ങളിൽ നമ്മളൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ളത് അതുപോലെ ചെറുകഥയിലായാലും നോവലിലായാലും ഞാനൊക്കെ കൈകാര്യം ചെയ്തിരുന്ന നാടകത്തിലായാലും എന്തിനേറെ സിനിമയിലായാലും ഇത്തരം ക്ഷേത്ര വാദ്യ കലാകാരന്മാരെ അവതരിപ്പിച്ചിരുന്നത് ദാരിദ്ര്യം അനുഭവിക്കുന്ന പട്ടിണിപ്പാവങ്ങളുടെ പ്രതിനിധിയായിട്ടാണ്. ഒരു ചെണ്ടമേളക്കാരനോ മറ്റു കലാകാരനോ അത്തരമൊരു കഥാപാത്രമായിട്ടാണ് ഏതൊരു നോവലിലും ഞാനൊക്കെ വായിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതൊരു നാടകത്തിലും ഒരു കഥാപാത്രമായിട്ട് വരുമ്പോൾ അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ ഒരു പ്രതീകമായിരിക്കും. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേ മനപത്മനാഭൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. കഥകളി കലാകാരൻ പ്രൊഫസർ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ് കുമാർ ആദരിക്കൽ ചടങ്ങ് നടത്തി. ക്ഷേത്രവാദികല ആസ്വാദക സമിതി ചെയർമാൻ കെ.എം. മോഹനമാരാർ അധ്യക്ഷനായി. ജനറൽ കൺവീനർ വിനോദ് നടുവത്തേരി, ക്ഷേത്രം മാനേജർ മനോജ് കെ. നായർ, യു പി കൃഷ്ണനുണ്ണി, സി പ്രേംകുമാർ, സുനിൽ വെന്നിക്കൽ, പി മണികണ്ഠൻ, പി മാധവ മേനോൻ എന്നിവർ സംസാരിച്ചു.